ഇത് കുറവാട്ടാ ഡീസൽ. അയ്യോ ഇടിക്കല്ലേ, ഭാഗ്യത്തില്ല. ഈ ഇതില്ലാത്തപ്പോൾ നമുക്ക് പതുക്കെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഓക്കെ പോയിക്കോളൂ. നമുക്കിനി കുറച്ച് അയ്യോ ഇടിക്കില്ലേ കുറച്ച് ഞാൻ എന്ത് പറയണം, ഞാൻ പറയാമെന്നാ മറന്നുപോയി. ഞാൻ നേരത്തെ ബില്ല് കൊടുത്തു. അപ്പം അടുത്ത ഇത് അവരൊന്ന് എടുക്കാൻ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. അത് കുഴപ്പമില്ല. ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ കൊണ്ട് കയറ്റാം. ഓക്കെ അതിൽ പാർക്ക് ഇറ്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഗ്യാസ് എടുക്കും ഗൈസ്. അടുത്ത സെറ്റ് ഓക്കെ ഗൈസ്, ഞാൻ അടുത്ത എടുത്തിട്ടുണ്ട്. ഇപ്പം 5 ഇല്ല. അത് തന്നെ 1 2 3 4 5 കറക്റ്റ് 5 ഗ്യാസ് ഉണ്ട്. ഇനി നമുക്ക് പതുക്കെ അവരണം വരെ കൊണ്ട് എത്തിക്കാം. ഇനി കസ്റ്റമേഴ്സ് വരണേ ദൈവമേ വന്ന് വാങ്ങിക്കണേ. അതാ എൻ്റെ പ്രാർത്ഥന. ഇനി അങ്ങ് കൊണ്ടു കൊടുക്കേണ്ടതല്ലേ. ഇത് ആരും ഹെൽപ്പറായിട്ടൊന്നും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇത് അപ്പം ചെയ്യാം. പോയിക്കോളൂ. ഈ ഗ്യാസ് നിങ്ങളുടെ ഇറക്കുന്നത് ഇത് മറിയോ? അയ്യോ മറിയല്ലേ. ആ അടിപൊളി മറിഞ്ഞ്. അതിപ്പോൾ ഒന്ന് സെറ്റാക്കിയിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, ആ ഗ്യാസ് എങ്ങനെ എടുത്ത് ഞാൻ ചെറുതായി ഒന്ന് പ്ലാൻ മാറ്റി റിവേഴ്സ് എടുത്തു. കാരണം മറ്റാ വഴി എടുത്താലേ ചിലപ്പോൾ ഫ്രണ്ടിൽ കൂടെ ഒന്ന് വേണ്ടി ചില്ല് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യാം. വണ്ടികൾ ചില്ല് പൊട്ടിയാൽ പിന്നെ പണി പാടും. ചില്ല് നിറച്ചും കാശാവും. ബമ്പറിനെക്കാളും കാശ് പോകുന്ന ചില്ലിനാണ് വണ്ടിയുടെ. അപ്പം നമുക്ക് എന്താ വെച്ചാൽ ബമ്പർ പോയ എനിക്ക് കുഴപ്പമില്ലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ അപ്പം അതൊക്കെ റിവേഴ്സ് എടുത്ത് പോവാം. ഓക്കെ യെസ്, നമ്മൾ സക്സസ് ആയി. എൻ്റെ ബൈക്ക് തന്നെ നിങ്ങൾ കണ്ടാണ്. ഞാൻ പിന്നെ പോയി ഷോറൂമിൽ പോയി എടുത്തായിരുന്നു ബൈക്ക്. ഒരു ക്യാബ് വെച്ച് പോയി എടുത്ത്. ശരിക്കും ഈ വണ്ടി എടുക്കാൻ പോകുമ്പോഴേക്കും ക്യാബ് എടുക്കേണ്ടത്. എടുത്തു ഞാൻ. അയ്യോ പുല്ല് 1 2 3 4 5 ഒരെണ്ണം കൂടിപ്പോയി ഗൈസ്. അത് കുഴപ്പമില്ല, അത് ഇവിടെ കിടന്നോത്ത്. അത് അവന്മാർ വന്ന് എടുത്തോളൂ. അത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അപ്പം കുഴപ്പമില്ല. ഒരു ഗ്യാസ് കൂടിപ്പോയി. അത് കുഴപ്പമില്ല. എനിക്ക് 10 തന്നെ മതി. അത് അവന്മാർ വന്ന് എടുത്തോളും. നമ്മുടെ ഇപ്പം ശരിക്കും 3G. ഇപ്പം 3G ഗൈസ്, ഇപ്പം 3G. ഓക്കെ ഗൈസ്, ആ പോയത് ഞാൻ എങ്ങനെ എടുത്ത് വച്ചിട്ടുണ്ട്. താഴെ കാണുന്ന എൻ്റെ ഗ്യാസ് അല്ലല്ലോ അല്ലേ?